ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 50-23 വേദഭാഗം. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. നമ്മുടെ ആത്മീയ ജീവിതം കൊണ്ട് ദൈവത്തിന് മഹത്വം ലഭിക്കുവാൻ ഇടവരണം. നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ജീവിതവും ഒക്കെ ദൈവത്തിന് മഹത്വം കൊടുക്കുമാർ സമർപ്പിതമായി തീരണം. അതിനുവേണ്ടി ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ നടപ്പിനെ ക്രമീകരിക്കണം എന്നുള്ളതാണ്. ക്രമീകരിക്കപ്പെട്ട ഒരു ജീവിതം, വിശുദ്ധമായിട്ടുള്ള വഴികളിൽ ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നടക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ആ ജീവിതം കൊണ്ട് മഹത്വം കൊടുക്കുവാൻ കഴിയും. അപ്പോൾ തന്നെ അതരാർപ്പണം എന്ന സ്തോത്രയാഗം ഇടവിടാതെ ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം ലഭിക്കുകയാണ്. അപ്പോൾ ശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതത്തിൽ നിന്ന് ഉയരുന്ന സ്തോത്രവും ആരാധനയുമാണ് ദൈവത്തിന് മഹത്വം ലഭിക്കുന്നത്. അതിലാണ് ദൈവം പ്രസാദിക്കുകയും ദൈവിക വിടുതലുകളെ ദൈവം അയക്കുകയും ചെയ്യുന്നത്. ഇവിടെ വചനം പറയുന്നു, നടപ്പിനെ ക്രമീകരിക്കുമ്പോൾ അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ രക്ഷയെ ദൈവം വെളിപ്പെടുത്തും. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ദൈവത്തിൽ നിന്നൊരു വിടുതൽ, അനുഗ്രഹം ജീവിതത്തിൽ പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്ന്, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക, നടപ്പിനെ ക്രമീകരിക്കുക. 2, നമ്മുടെ അധരങ്ങൾ തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ആരാധന അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ രക്ഷയെ നമുക്ക് കാണുവാൻ ഇടവരും എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. സ്വർഗീയ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നടപ്പിനെ ക്രമീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ പാന്താവിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായി ഞങ്ങളെ തീർക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിങ്കൽ തന്നെ. ആമേൻ.